ദൈവം നിങ്ങളെ പരിശോധനയിൽ കൂടി കടത്തിവിടുമ്പോൾ പിശാചിന് അതിനകത്ത് വലിയ പ്രതീക്ഷകളുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ മക്കളെ പരിശോധനയ്ക്കായി ദൈവം അനുവദിച്ചു കൊടുക്കുമ്പോൾ പിശാച് ലക്ഷ്യമിടുന്നത് അതിലൂടെ അവനെ തകർത്ത് കളയാനാണ്. അതിലൂടെ ഇനി അവൻ ഒരിക്കലും ഉയരില്ല എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 12-ാമത്തെ അധ്യായത്തിൽ ഹേരോദ രാജാവ് പത്രോസിനെ പിടിച്ച് തടവിലാക്കി. അവരുടെ പ്രതീക്ഷ എന്തെന്ന് ചോദിച്ചാൽ 11-ാം വാക്യം, ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. ഹേരോദാവിന്റെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ അവനെ കൊന്നുകളയുവാൻ, വാളുകൊണ്ട് വെട്ടിക്കൊല്ലുവാൻ. യഹൂദ ജനത്തിന്റെ വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അവരിലൂടെ വളരാൻ പോകുന്ന ക്രിസ്ത്യാനിത്വം തകരും എന്നുള്ള പ്രതീക്ഷ. ചുരുക്കത്തിൽ ദൈവത്തിന്റെ മക്കൾക്കെതിരെ, അവരുടെ അഭിവൃദ്ധിക്കും വിശാലതയ്ക്കുമെതിരെ പിശാച് കൊണ്ടുവരുന്ന, ശത്രു കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളെയും പൊളിക്കുവാൻ ഒരൊറ്റ ദൂതൻ ഇറങ്ങിയാൽ മതി. ഹല്ലേലൂയ. നമുക്കറിയാം ഈ സംഭവം എന്താണെന്നുള്ളത്. ദൈവസഭയുടെ വലിയ വളർച്ചയുടെ ഘട്ടത്തിൽ തുടക്കകാലത്ത് ഹേരോദാവ് മുഖാന്തരം ദൈവസഭയെ പീഡിപ്പിക്കുവാനായി ശത്രു എഴുന്നേറ്റു. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. പത്രോസിനെ കൊല്ലുവാനായി പിടിച്ച് ജയിലിലാക്കുന്ന സംഭവം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലുണ്ട്. അവിടെ വെച്ച് ഹേരോദ രാജാവിൻ്റെ തടവറയ്ക്കകത്ത് കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ദൈവത്തിന് ദൂതൻ ഇറങ്ങി വന്ന്, ദൈവസഭയുടെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവത്തിന് ദൂതൻ ഇറങ്ങി വന്നിട്ട് ഹേരോദാവിൻ്റെ തടവറയ്ക്കകത്തുനിന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവരികയാണ്. 12-ാമത്തെ 7-ാം വാക്യം, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമയിൽ നിന്ന് വീണുപോയി. ഹല്ലേലൂയ. അപ്പം വെട്ടിക്കൊല്ലപ്പെടുത്തുവാനും ഈ മാർഗം തന്നെ തുളച്ചു നീക്കുവാനും ശത്രു പദ്ധതി ഇടുകയാണ്. പക്ഷെ ദൈവം ആ സാഹചര്യത്തെ, ആ പരിശോധനയെ ദൈവത്തിന്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഹേരോദാവിനെ ശിക്ഷിക്കുവാൻ ദൈവം കാത്തിരിക്കുകയായിരുന്നു. ആ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം പറയുന്നത്, എന്നാൽ ദൈവവചനം 24-ാം വാക്യം, എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. പത്രോസിനെ ഉപദ്രവിക്കുവാൻ എഴുന്നേറ്റ ഹേരോദാവിനെ ദൈവം അടിച്ചു. പക്ഷെ ദൈവത്തിന്റെ സഭ വളർന്നു. ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന, ദൈവം നിങ്ങളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ചില പരിശോധന അനുവദിക്കും. ആ പരിശോധന നിങ്ങളെ തളർത്തിക്കളയുവാൻ, തകർത്ത് കളയുവാൻ പിശാച് പദ്ധതി ഇട്ടേക്കാം. പക്ഷേ ദൈവം നിങ്ങളെ പരിശോധനകൾ കടത്തിവിട്ടെങ്കിൽ അതിന് ഉത്തരവാദി ദൈവമായതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ ഉറച്ചു നിന്നോ. ദൈവം ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും തകർക്കുകയും ദൈവം നിങ്ങൾക്ക് വിശാലത നൽകി തരികയും ചെയ്യും. ഹല്ലേലൂയ. സകല ബന്ധനങ്ങളെയും അഴിക്കുവാൻ ദൈവം ശക്തനാണ്. ആമേൻ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവയെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട്, യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ 61-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ സകല ബന്ധനങ്ങൾ വഴി നിങ്ങളെ ബന്ധിക്കുവാൻ ഏതൊക്കെ ശത്രു നോക്കിയാലും, ഏതൊക്കെ പൈശാചിക ശക്തികൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഉയർച്ചയെ കെട്ടിക്കളയുവാൻ പദ്ധതി ഉണ്ടാക്കിയാലും യേശു ക്രിസ്തു അതിനെല്ലാം തകർക്കും, നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന അടുത്ത സന്ദേശം, നിങ്ങളെ ഏതൊക്കെ ശത്രുക്കൾ ബന്ധിച്ചു വെച്ചാലും ഒരു ദിവസം നിങ്ങളുടെ വിടുതൽ വരും. നിങ്ങൾ കാത്തിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങളെ അന്വേഷിച്ച് ദൈവം വരും, തന്റെ ദൂതനെ അയക്കും. യേശു ശബത്ത് നാളിൽ ഒരു പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ 18 വർഷമായി കൂനിയായി ഒട്ടും നിവരാൻ കഴിയാത്ത ഒരു സ്ത്രീയെ കാണുന്ന കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലുണ്ട്. യേശു ആ സ്ത്രീയെ അടുക്കെ വിളിച്ചിട്ട് പറഞ്ഞു, സ്ത്രീ എന്നിട്ട് രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന 16-ാം വാക്യം, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായവളെ ശബത്ത് നാളിൽ അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് യേശു പറയുകയാണ്. ആമേൻ. അബ്രഹാമിന്റെ മകൾ എന്ന് പറയുന്നതിന് അർത്ഥം അവകാശമുള്ള സന്തതിയാണ്. പക്ഷെ സാത്താൻ ബന്ധിച്ചു വച്ചിരിക്കുക. ഇന്ന് നിങ്ങളുടെ മേലോ നിങ്ങളുടെ തലമുറയുടെ മേലോ ദൈവിക അവകാശം നിലനിൽക്കുമ്പോൾ പിശാച് നിങ്ങളെ ബന്ധിച്ച്, നിങ്ങളുടെ തലമുറയുടെ ഭാവിയെ ബന്ധിച്ച് നിവരാൻ കഴിയാതെ, ഉറച്ചു നിൽക്കാൻ കഴിയാതെ,
നിങ്ങളെ തകർത്ത് കളയുവാൻ, തളർത്തിക്കളയുവാൻ, അപമാനിക്കുവാൻ, ഒരു നിന്നാവശ്യമാക്കി കുനിച്ചു നടക്കുവാൻ പിശാച് പ്ലാൻ ചെയ്യുമ്പോൾ അതിന് നടുവിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. സാത്താന്റെ മുഴുവൻ പ്രവൃത്തികളെയും അഴിക്കുവാൻ പ്രത്യക്ഷനായ കർത്താവ് യേശുക്രിസ്തു സാത്താൻ ബന്ധിച്ച ബന്ധനങ്ങളെ അഴിച്ച് നിങ്ങളെ നിവർത്തുമാറാക്കും, നടക്കുമാറാക്കും. അത്ഭുതത്തിന്റെ ഒരു സാക്ഷ്യമാക്കി ദൈവം നിങ്ങളെ മാറ്റും. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ദൈവത്തെ വിശ്വസിച്ചോ. എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്ന് ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളെ നിവർത്തി നിർത്തുവാൻ, നിങ്ങളെ നിവരെ നിർത്തുവാൻ, നിങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിന് ദൂതനെ അയക്കാൻ പോകുകയാണ്. അതിനെതിരായി ചങ്ങല കൊണ്ട് ബന്ധിക്കുവാനും, കാരാഗൃഹത്തിലാക്കുവാനും, മരണനിഴലിന്റെ കീഴിലേക്ക് കൊണ്ടുവരുവാനും പിശാച് തന്ത്രം ഒരുക്കിയാലും ദൈവം അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് ദൈവത്തിന്റെ പ്രകാശം വന്നതുപോലെ സമാധാന മാർഗത്തിൽ സഞ്ചരിക്കുവാൻ, നിങ്ങളുടെ കാലുകളെ സ്വസ്ഥതയുടെ ജീവന്റെ മാർഗത്തിൽ ആക്കി തീർക്കുവാൻ ദൈവത്തിന്റെ പുത്രൻ നിങ്ങളെ തേടി വരുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷം 1-78-79 വാക്യങ്ങളാണ്. ഇരുട്ടിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തെ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചു, നിങ്ങളെ സന്ദർശിക്കും. ആമേൻ. ആരൊക്കെ നിങ്ങളെ ബന്ധിച്ചു വെച്ചാലും, ആരൊക്കെ നിങ്ങളെ കെട്ടിയാലും, നിങ്ങൾക്കെതിരെ വാൾ പ്രയോഗിക്കാൻ പദ്ധതി ഉണ്ടാക്കിയാലും ഒരു ഉദയം, ദൈവത്തിന്റെ പ്രകാശം നിങ്ങളെ തേടി വരുന്നുണ്ട്. കൈമേൽ നിന്ന് ചങ്ങലയൊക്കെ തന്നെ അഴിഞ്ഞു പോകും. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുമ്പോൾ ഒരു ശത്രുവിന്റെ ബന്ധനങ്ങളും നിലനിൽക്കുകയില്ല. ദൈവശക്തിക്ക് മുമ്പിൽ ഒരു ചങ്ങലയ്ക്കും നിൽക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ആമേൻ. 107-ാം സങ്കീർത്തനം 14-ാം വാക്യം എഴുതിയിരിക്കുന്നു, അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്ത് കളഞ്ഞു. അതെ, ദൈവം നിങ്ങളുടെ ബന്ധനങ്ങളെ അറുത്ത് കളയും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ആമേൻ. ഏത് ഹേരോദാവ് നോക്കിയാലും, എത്ര യഹൂദന്മാർ പരിശ്രമിച്ചാലും ദൈവത്തിന്റെ ഭക്തന്മാരെ ഒതുക്കിക്കളയുവാൻ, കെട്ടിക്കളയുവാൻ, ബന്ധിച്ചു വെക്കുവാൻ, കൊന്നുകളയും, തകർക്കുവാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ പ്രകാശം അവരുടെ മേൽ കിടക്കുകയാണ്. യഹോവയുടെ തേജസ് അവരുടെ മേലുണ്ട്. എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കുന്നു. അതെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രകാശം ഉദിക്കട്ടെ. ദൈവത്തിന്റെ വെളിച്ചം നിങ്ങളുടെ മേൽ മിന്നട്ടെ. നിങ്ങളെ കെട്ടിയ സകല പൈശാചിക കെട്ടുകൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഈ വചനം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധനങ്ങളെ അഴിക്കുന്ന, ഇരുട്ടിനെ മാറ്റുന്ന, മരണത്തിന് ശക്തികളെ എടുത്തു കളയുന്ന എല്ലാ തടവറയിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവശക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ വചന സന്ദേശം കടന്നു ചെല്ലുന്ന കാതുകളിൽ യേശുവിന്റെ നാമത്തിൽ ഇരുട്ടിന്റെ സകല പ്രവൃത്തികളും മാറട്ടെ. യഹൂദ പ്രവൃത്തി കർത്താവേ, യഹൂദന്മാരുടെ സകല പ്രതീക്ഷകളും, ഹേരോദാവിന്റെ മുഴുവൻ തന്ത്രങ്ങളിൽ ഈ മക്കൾ വിടുവിക്കപ്പെടട്ടെ. ഇവിടെ മേൽ കിടക്കുന്ന മരണശക്തികൾ മാറിപ്പോകട്ടെ. കർത്താവെ, തുളച്ചു കളയുവാൻ, നാമെ തുളച്ചു നീക്കുവാൻ, നശിപ്പിച്ചു കളയുവാൻ പദ്ധതി ഉണ്ടാക്കുന്ന സകല പ്രതീക്ഷകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവെ, ദൈവവചനം മേൽക്കുമേൽ പരന്നതുപോലെ നിന്റെ മക്കൾ വിശാലപ്പെടട്ടെ. നിന്റെ മക്കളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ വലുതാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. തകർക്കുവാൻ നോക്കിയ ശക്തികളുടെ നടുവിൽ ഈ മക്കളെ മാനിക്കേണ്ടതിനായി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിയുടെ പ്രാർത്ഥന വിഷയത്തിന് മേൽ ഇന്ന് അത്ഭുതം ചെയ്യണം. ഇവർക്ക് വേണ്ടി വഴികൾ തുറക്കണം. ഈ കർത്താവ് ഇന്ന് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ മക്കളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിയുടെ കെട്ടുകളെ അഴിക്കണം. നാളുകളായി സാത്താൻ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ മക്കളെ വിട്ട് അഴിഞ്ഞു മാറിപ്പോകട്ടെ. നിവരെ നിൽക്കുവാൻ, ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദീർഘകാലങ്ങളായി പിശാച് കെട്ടിയ കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ കെട്ടുകൾ പൊട്ടിമാറി പ്രിയപ്പെട്ടവർ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, വിടുതൽ അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ദൈവത്തിന്റെ വിടുതൽ നിങ്ങളെ തേടി വരുന്നു. ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ദൈവം നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകും. സന്ദേശം നിങ്ങളെ കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.